എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മൾ ബത്തേരി, അതായത് ബത്തേരിയിൽ നിന്ന് വരാം. ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് ബത്തേരിയിൽ നിന്ന് വരാനായിരിക്കും സുഖം. ബത്തേരി പനമരം റൂട്ടുണ്ട്, സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ സ്റ്റേറ്റ് ഹൈവേന്ന് ഒരു 800 മീറ്റർ വിട്ടിട്ട് ഒരു 50 സെൻറ്റ് സ്ഥലം, അതിലൊരു പഴയ വീട്. ഈ 50 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ മരങ്ങളും കാപ്പിത്തോട്ടവും ഫുള്ളായിട്ട് ഫ്ലഡ്ജായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു പ്ലോട്ടാണ്. ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, അതായത് മെയിൻ റോഡിൽ നിന്ന് മെയിൻ ഹൈവേന്ന് 800 മീറ്റർ പോവാം. പിന്നെ നമ്മൾ കൽപ്പറ്റയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൃഷ്ണഗിരി കഴിഞ്ഞ് നമ്മൾ പാതിരിപ്പാലം എത്താൻ നേരത്ത് അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞു പോവാം. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ ആ ഹൈവേന്ന്, നാഷണൽ ഹൈവേന്ന്. അങ്ങനെ 2 വഴിക്ക് നമുക്ക് വരാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്രൈവസിയുള്ള 50 സെൻറ്റ്. ഈ 50 സെൻറ്റിൻ്റെ ടോട്ടൽ വില 40 ലക്ഷം രൂപയാണ്. മാന്യമായ വിലയാണ്. നല്ല പ്രൈവസിയുള്ള വീട് കാര്യമായിട്ടില്ല കേട്ടോ. വീട് പഴയ വീടാണ്. വേണമെങ്കിൽ നമുക്കതൊന്ന് മിനുക്കിയെടുക്കാം. നിലവിലുള്ള കണ്ടീഷനിൽ കുറച്ച് അബദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് കാണാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ വില ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 40 ലക്ഷം രൂപയാണ്. 50 സെൻറ്റാണ് ലാൻഡ് ഉള്ളത്. ടാറിങ് റോഡ് ഫ്രണ്ടേജാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സൗണ്ട് ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ. അത് ആ സ്പോട്ടിൽ നിന്ന് തന്നെ സൗണ്ട് കൊടുത്തുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ചിലപ്പോൾ ഒന്ന് ക്ലാരിറ്റി കുറവുണ്ടാവും, എന്നാലൊന്ന് കൂട്ടി വെച്ചാൽ ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ബത്തേരി ബീനാച്ചിന്ന് നമ്മളെ പനമര റോഡിലോട്ട് പോയിട്ട് ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ അരിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന്, അതായത് നമ്മളെ ബത്തേരി മാനന്തവാടി ഹൈവേന്ന് 850 മീറ്ററിലാണ് ഇപ്പം കാണാൻ പോകുന്ന പ്ലോട്ടുള്ളത് കേട്ടോ. അത് ഈ വീതിയുള്ള റോഡാണ്. പഞ്ചായത്ത് റോഡ് നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്ന വഴി കേട്ടോ, പഞ്ചായത്ത് റോഡാണ്. ഇതിങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഒരു 30-32 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്, റോഡ് ഫ്രണ്ടേജ്. ഏതാണ്ട് നമ്മൾ ആ മാവ് വരെ ഉണ്ട് കേട്ടോ. നല്ല പ്രൈവസി ഉള്ള നല്ലൊരു സ്ഥലമാണ്. ഉള്ളൊന്ന് കയറി നോക്കാം. ഇതിലൊരു വീട് കിടക്കുന്നുണ്ട് കേട്ടോ. പഴയ വീടാണ്. പിന്നെ കാണുന്നുണ്ടാവും തെങ്ങ്, മരങ്ങൾ, ഒരു നല്ലൊരു പറമ്പ്. 50 സെൻറ്റ് ഉണ്ട്. 50 സെൻറ്റ് പട്ടയുള്ള ഭൂമിയാണ്. ജന്മാണ്. നമുക്കെല്ലാ കൺസ്ട്രക്ഷനും പറ്റും. ഇത് ഈ ഒരു 32 മീറ്റർ വീതിയിൽ നേരെ താഴോട്ടാണ് പോകുന്നത്. ഭൂമി 2 തട്ടായിട്ടാണ് കിടക്കുന്നത്. താഴെ ഇറങ്ങാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. തന്നെയാണുള്ളത്. ഫസ്റ്റ് ടൈം വന്നിട്ടേ ഉള്ളൂ. കാടൊക്കെ വെട്ടി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്ട്രീമൊക്കെ ഉണ്ട് കേട്ടോ താഴെ. പോകാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമുക്ക് നമ്മളെ ഇവിടുന്നും വരാം. കൃഷ്ണഗിരി വഴി ആ വഴിക്ക് ഇങ്ങോട്ട് കയറാം. അതിൽ വന്നാലും ഇതിൽ വന്നാലൊക്കെ ഏതാണ്ട് കൃഷ്ണഗിരി വഴി വരികയാണെങ്കിൽ 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും. മീനാക്ഷി വഴി, ബത്തേരി മീനാക്ഷി വഴി വരികയാണെങ്കിലും ഏതാണ്ട് സെയിം ദൂരം. ഈ കാട് വെട്ടിക്കിടക്കുന്ന പറമ്പ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല കാപ്പിയൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പറമ്പാട്ടോ. ഇങ്ങനെ തട്ടായിട്ട് താഴോട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് തട്ടിലാണ് നിൽക്കുന്നത്. ചെറിയ ഹോളിഡേ ഹോം ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും. നമ്മളെ കുളക്കപ്പാറ മലയാട്ടോ കാണുന്നത്. നിങ്ങളിതിൻ്റെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടാവും. ഇത് നമ്മളെ ഈ വീടാണ്. വയനാട്ടിൽ ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞ്
ഏത് തോർത്ത് പോയാലും ഇതിൻ്റെ ഒരു ഒച്ചപ്പാടാണ്. കാണാത്തവരുണ്ടാവും, കണ്ടവരുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ താഴോട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ പോവാണ്. ഞാൻ താഴോട്ട് ഇറങ്ങണമെന്ന് നോക്കട്ടെ. നിങ്ങൾ വരുമ്പം ഒന്നുകൂടെ ഇറങ്ങി കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു സ്ട്രീം ഉണ്ട് താഴെ. ഞാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ലെവല് ലാൻഡാണ്, ചെരുവൊന്നുമില്ല, തട്ടുതട്ടായി ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്. ഈ ബത്തേരി ലാൻഡ് നോക്കുന്നവർക്കൊക്കെ പറ്റുന്നൊരു സംഭവമാണ്. താഴെ വയലാട്ടോ. വേറെ ഇവിടെ മൃഗശല്യമോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ബൗണ്ടറിയോ ഒന്നുമില്ലാത്തൊരു ഏരിയ കേട്ടോ അത്. വയലിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ട്. താഴെ കിണറുണ്ട് കേട്ടോ, താഴെ ഒരു കിണറുണ്ട്. ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമിൻ്റെ ഒരു സ്ഥിതി. ഏതാണ്ടൊരു ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നേരെ ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞാൽ ഞാൻ ഈ സൂം ചെയ്യുന്ന കിണറാട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തോടാണ്, പിന്നെ വയലാണ്. അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പറമ്പ്. ഒരു 50 സെൻറ്റും ഒരു വീടും പഴയൊരു വീടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന നല്ല ഭൂമിയാണ്. നിങ്ങൾ ഏതാണ്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.